ആരാണോ ശത്രുക്കളായിട്ട് എലീശയുടെ നേരെ കടന്നു വന്നത്, ആ ദേശത്തെ നശിപ്പിക്കുവാനായിട്ട് കടന്നു വന്നത്, ആ ശത്രുക്കളെ എല്ലാവരെയും ദൈവമായ കർത്താവ് എന്തു ചെയ്തെന്നറിയാമോ? ഒരേ ഒരുവനായ ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ പ്രാർത്ഥനാ മനുഷ്യനായ എലീശയുടെ കൈകളിലേക്ക് ശത്രുക്കളെ മുഴുവനും ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ആ ശത്രുക്കളെയെല്ലാം എലീശ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശമര്യ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് കണ്ണുകൾ തുറക്കൂ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുകൾ തുറന്നു. അവർക്ക് മനസ്സിലായി നമ്മൾ പിടിക്കപ്പെട്ടുവെന്ന്. നാം ഇപ്പോൾ ശത്രുക്കളുടെ മധ്യയിലാണ്. നമ്മുടെ ശത്രുക്കളുടെ മധ്യയിൽ നമ്മൾ അകപ്പെട്ടു. അവരെ കണ്ടപ്പോൾ തന്നെ രാജാവ് ചോദിക്കുകയാണ്, നോക്കൂ എൻ്റെ പിതാവേ. ഇസ്രായേൽ രാജാവ് എലീശയോട് ചോദിക്കുകയാണ്, വെട്ടിക്കളയട്ടെ? എന്താണ്? ഇവരെ കൊന്നുകളയട്ടെ? നോക്കൂ എന്താണ് 21 വാക്യം. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എൻ്റെ പിതാവേ, വെട്ടിക്കളയട്ടെ? ഞാനിവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. നമ്മുടെ ഭാഷയിൽ തട്ടിയേക്കട്ടെ, തട്ടിയേക്കട്ടെ. ഇപ്പോൾ റിയാക്ഷൻ എന്താണ്? ദേവദാസനായിരിക്കുന്ന എലീശയുടെ റിയാക്ഷൻ എന്താണ്? ഇവരെ കൊന്നുകളയാം, ഇവരെ കൊന്നേക്കട്ടെ. വേണ്ട, കൊല്ലരുത്. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഇവർ ആഹാരം കഴിച്ചു കാണില്ല, ഇവർക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും. സ്നേഹത്തോടെ ഇവർക്കെല്ലാം ആഹാരം കൊടുക്കാം. എന്താണ്? നമ്മെ കൊല്ലുവാനായിട്ട് നമ്മുടെ നടുവിലേക്ക് വന്നതായ ശത്രുക്കൾക്ക് ആഹാരം കൊടുക്കണമോ? അതെ, അവർക്ക് ആഹാരം കൊടുക്കണം. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അവർ ദുഷ്ടന്മാരാണ്. ദുഷ്ടരെ പോലെ ആലോചിക്കും, ദുഷ്ടരായിട്ട് തന്നെ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. 5-ാം അധ്യായത്തിൽ അരാം രാജാവ് ഇതേ ഇസ്രായേൽ രാജാവിൻ്റെ അരികിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു. നയമാന്റെ സൗഖ്യത്തിനു വേണ്ടി അയച്ചു. നോക്കൂ രാജാവേ, ഞങ്ങളുടെ സൈന്യാധിപന് ആരോഗ്യസ്ഥിതി മോശമാണ്, രോഗം വന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവം കരുണ കാട്ടുമല്ലോ, സഹായിക്കണമേ എന്ന് പറഞ്ഞ സമ്മാനങ്ങൾ അയച്ചു കൊടുത്തതായ അരാം രാജാവ് ദൈവം സൗഖ്യം കൊടുത്തതിന് ശേഷം ബുദ്ധി കൂടാതെ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? തൻ്റെ സൈന്യത്തിനെ വീണ്ടും അയക്കുകയാണ്. എന്തിനാണ്? കൊന്നുകളയുവാനായിട്ട്. എന്തൊരു മനുഷ്യരാണിവർ, എത്ര ദുർമാർഗികളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവർ കൃതജ്ഞതയില്ലാത്തവരാണ്, കലഹിക്കാനായി മുതിരുന്നവരാണ്. തന്നെ സഹായിച്ച ആളെ തൻ്റെ സൈന്യത്തെ അയച്ച് കൊല്ലിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി തൻ്റെ സൈന്യത്തെ അയച്ചപ്പോൾ കയ്യിൽ കിട്ടിയതായ ആളുകളെ, അവരുടെ കൈകാലുകൾ വെട്ടിയെടുക്കേണ്ട എലീശ എന്തു പറഞ്ഞെന്നറിയാമോ? ആഹാരം കൊടുക്കാം, വിശപ്പകറ്റാം. നമുക്ക് നോക്കാം. തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. പിടിക്കപ്പെട്ടവരാണ്. അവരെ നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും. ഇവരെ കൊന്നുകളയാൻ കഴിയും. എന്നാൽ ഇവർ ഒരു സത്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സേവിക്കുന്ന ദൈവം സ്നേഹിക്കുന്നവനാണ്, സ്നേഹത്തെ പങ്കുവയ്ക്കുന്നവനാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇവർ അറിയണം. അവരുടെ യജമാനനോട് പോയി പറയണം. ശരി പിതാവേ, എന്താണ് ചെയ്തത്? നോക്കാം. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ചതിന് ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. ശത്രുക്കൾ കടന്നു വന്നപ്പോൾ അവരെ പിടിച്ച് ഇല്ലാതാക്കുന്നതിന് പകരമായി വയറ് നിറച്ച് ആഹാരം കൊടുത്തു. ബൈബിളിൽ എന്താണ് പറയുന്നത്? നിന്റെ ശത്രു വിശപ്പോടെ നിന്റെ അരികിൽ വന്നാൽ അവർക്ക് ആഹാരം കൊടുക്കുക. ശത്രുവിനെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ദൈവം ശത്രുക്കളെ സ്നേഹിക്കുന്നവനാണ്, പകയ്ക്കുന്നവനല്ല. നമ്മളിൽ ആരെങ്കിലുമുണ്ടോ പകയ്ക്കുന്ന ആളുകൾ? നമ്മളിൽ ആരെങ്കിലുമുണ്ടോ ദുഷിക്കുന്ന ആളുകൾ, വെറുക്കുന്ന ആളുകൾ? അങ്ങനെയുള്ളവരുണ്ടോ? അവരുടെ നാശത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടോ? എങ്കിലത് നല്ലതല്ല. പ്രവാചകനായ എലീശ സമാധാനത്തെ ആഗ്രഹിച്ചു, തൻ്റെ രാജ്യത്തെ സംരക്ഷിച്ചു, ശത്രുക്കളുമായി സന്ധി സംഭാഷണം നടത്തി. ഇതാണ് ദൈവാത്മാവുള്ള വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി. വീണ്ടും വായിക്കാം 10-ാമത്തെ വാക്യം. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത് പല പ്രാവശ്യം നടന്നതായിട്ട് കാണാൻ കഴിയുന്നു.
പല പ്രാവശ്യം അതാണ് നടക്കുന്നത്. പല പ്രാവശ്യം പകപോക്കാനുള്ള ശ്രമങ്ങൾ. ഇത് അരാം രാജാവിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാക്കുക, കലഹിക്കുക. അങ്ങനെ ആവർത്തിച്ച് കലഹിക്കുന്നതായ രാജാവിന്റെ തല കുനിപ്പിച്ചു. വാളുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്താൽ. ഈ ആരാം സൈന്യം പിന്നീട് ഇസ്രായേലിന്റെ നേരെ വരാതെ വണ്ണം എലീശ അവരൊരു പാഠം പഠിപ്പിച്ചു. ആഹാരം കൊടുത്തുകൊണ്ട് യുദ്ധത്തെ നിർത്തിവെപ്പിച്ചു. ഏതാഹാരമാണ്? സ്നേഹത്തോടു കൂടിയ ആഹാരം, ക്ഷമയോടുകൂടിയതായ ആഹാരം. എലീശ, ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ, എന്തു ചെയ്തെന്നറിയാമോ? സമാധാനത്തെ ആഗ്രഹിച്ചു, സംരക്ഷിച്ചു, സമാധാനപ്പെടുത്തി. നീ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ സമാധാനത്തെ ആഗ്രഹിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, സംരക്ഷിക്കുക. നിന്റെ സാക്ഷ്യത്തെ സംരക്ഷിക്കുക, നിന്റെ ആത്മീയത സംരക്ഷിക്കുക, നിന്റെ വീടിനെ സംരക്ഷിക്കുക, നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, നിന്റെ കുട്ടികളെ സംരക്ഷിക്കുക. മാത്രമല്ല, പിശാച് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ സമാധാനപ്പെടുത്തുക. എങ്ങനെയാണ്? സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ, ആത്മീയതയോടെ സമാധാനപ്പെടുത്തൂ. കാരണം നീ സമാധാനം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, കലഹിക്കാൻ വേണ്ടിയുള്ളവരല്ല. ഇതാണ് എലീശ പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അത്ഭുതകരമായ ആത്മീയതയെയും അത്ഭുതകരമായ ആത്മീയ പക്വതയെയും ഞങ്ങൾക്ക് നൽകണമേ. എലീശ പരിശുദ്ധനാണ്, എലീശ പ്രാർത്ഥനാ മനുഷ്യനാണ്, എലീശ സ്നേഹമുള്ളവനാണ്. എലീശ തന്റെ ശത്രുക്കളെപ്പോലും സ്നേഹിച്ച വ്യക്തിയാണ്. കർത്താവേ, ഇങ്ങനെയുള്ളതായ ഒരു മനസ്സ് ഞങ്ങൾക്ക് നീ തരണമേ. കരുണയുള്ള ദൈവമേ, ഞങ്ങളോട് കരുണ കാട്ടണമേ. ആ ആഹാരമാണ് ശത്രുക്കളായി ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്തിയ ആളുകളെ ഒരിക്കലും ആക്രമണം നടത്താതെ വണ്ണം അടക്കിയത്. കാരണം പ്രവാചകനായ എലീശ കാണിച്ചതായ സ്നേഹം കൊണ്ടാണത്. അങ്ങനെയുള്ള സ്നേഹം നൽകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. വിതയ്ക്കപ്പെട്ട ഈ വചനത്തെ കർത്താവേ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഫലം കായ്ക്കാനിടയാക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.